മഹേന്ദ്രയുടെ ഇലക്ട്രിക് കാറായിട്ടുള്ള മഹേന്ദ്ര XEV90 ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. മഹേന്ദ്ര കുറച്ച് ദിവസം ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി തന്ന വണ്ടിയാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് മഹേന്ദ്രയുടെ B6. അത് ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതൊരു ഇംപ്രസീവ് വണ്ടിയാണ്. അതിനേക്കാളും കിടിലൻ വണ്ടിയാണ് XEV90 എന്നാണ് ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്താണേലും ഈ വണ്ടിയും കൊണ്ട് നമ്മളൊരു ലോങ് ഡ്രൈവ് പോവാണ്. നമ്മൾ പോണ്ടിച്ചേരിയിലേക്കാണ് പോകുന്നത്. അറൗണ്ട് ഒരു 600 കിലോമീറ്റേഴ്സ് ജേണിയാണ് നമുക്ക് കൊച്ചിയിൽ നിന്നുള്ളത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ പോയി ഈ റോഡൊക്കെ വഴിയാണ് പോണ്ടിച്ചേരി പോകുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്സിൽ ഇട്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം ആ ഒരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ഇലക്ട്രിക് വണ്ടി വെച്ച് ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോകാൻ പറ്റുമോ? ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കുമോ? ഈ വണ്ടിക്ക് റിയൽ വേൾഡിൽ എത്ര റേഞ്ച് കിട്ടും? ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റായിട്ടിരിക്കുമോ? എന്താണ് സിറ്റുവേഷൻസ്? എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഇലക്ട്രിക് കാറിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്? അതിനെക്കുറിച്ചായിരിക്കും ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം വെൽക്കം ടു ന്യൂ വ്ളോഗ്. നമ്മളിപ്പോൾ റൈറ്റ് നൗ നിൽക്കുന്നത് ഓൾഡ് കുതിരാൻ റൂട്ടിലാണ്. വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. വണ്ടി സ്ലോ ചാർജ് ചെയ്തിട്ട് 100% ആക്കിയായിരുന്നു. 100% ആക്കിയപ്പോൾ വണ്ടിയുടെ കൺസോളിൽ കാണിച്ചത് 609 കിലോമീറ്റേഴ്സൊക്കെ റേഞ്ച് കിട്ടും എന്നാണ്. പക്ഷേ അത്രയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മേ ബി സ്ലോയിൽ എക്കോ മോഡിലൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ അത്രയും റേഞ്ച് കിട്ടുമായിരിക്കും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അത്യാവശ്യം പുഷ് ചെയ്ത് നമുക്ക് ഇത്രയും കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഇടയിലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് നമ്മൾ കുതിരാൻ ടണലൊക്കെ കയറിയാണ് നമ്മളിപ്പം ഇവിടെ എത്തിയേക്കുന്നത്. അത്യാവശ്യം പൊളിച്ച് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണേലും ഇനി നേരെ കോയമ്പത്തൂർ നിന്ന് ഈ റോഡ്, അങ്ങനെ ബാക്കി വഴി കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഗൂഗിൾ മാപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫാസ്ടാഗൊക്കെ റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പോണ്ടിച്ചേരിക്ക് പിടിക്കാം. നമ്മളിപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റ് കയറിയിട്ടുണ്ട്. അറൗണ്ട് ഒരു 118 കിലോമീറ്റേഴ്സ് നമ്മളിപ്പോൾ കവർ ചെയ്തു. അതുപോലെ തന്നെ 70% ചാർജ് ബാക്കിയുണ്ട്. നമ്മളപ്പം നേരെ വാളയാർ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം റേഞ്ച് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വെറും 30% ചാർജ് മാത്രമല്ല ഇതുവരെ കൺസ്യൂം ചെയ്തുള്ളൂ. അത് അത്യാവശ്യം നല്ല പൊളിച്ചൊക്കെയാണ് നമ്മൾ വന്നതും. നല്ല ട്രാഫിക്കുള്ള റൂട്ടുമായിരുന്നു. നട്ട വെയിലത്തുമാണ് നമ്മൾ വന്നത്. അപ്പം നേരെ വാളയാർ സൈഡിൽ ചെന്നിട്ടൊരു ചായ കുടിക്കണം. ഇലക്ട്രിക് കാർ വാങ്ങിക്കുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയൊരു ടെൻഷനാണ് റേഞ്ച് ആൻസൈറ്റി. നമ്മൾ വിചാരിക്കുന്ന ഒരു റേഞ്ച് കിട്ടുമോ കിട്ടില്ല എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴും ഉണ്ട്. പലപ്പോഴും നമ്മൾ കുറച്ച് റേഞ്ചുള്ള കാറുകൾ വാങ്ങിക്കുമ്പോൾ 200 കിലോമീറ്റർ 250 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടികൾ വാങ്ങിക്കുമ്പോൾ മാത്രമേ എനിക്ക് തോന്നുന്നു റേഞ്ച് ആങ്സൈറ്റിയെക്കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആവേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലുള്ള B6ഉം XEV90 ഒക്കെ എടുക്കുമ്പം ഒരിക്കലും ഒരു റേഞ്ച് ആങ്സൈറ്റിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം കമ്പനി പറയുന്നത് ഒരു 600+ കിലോമീറ്റേഴ്സ് റേഞ്ച് ആണെങ്കിലും ഒരു 500 കിലോമീറ്റേഴ്സ് റേഞ്ചൊക്കെ ഈ വണ്ടിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ 500 കിട്ടിയില്ലേ പോലും ഒരു 400 കിട്ടിക്കഴിഞ്ഞാൽ പോലും ഒരു റേഞ്ച് ആങ്സൈറ്റിയുടെ സീൻ ഒരിക്കലും വരുന്നില്ല. നമ്മളിപ്പോൾ പോകുന്ന ഈ പോണ്ടിച്ചേരി ട്രിപ്പ് ഓൾമോസ്റ്റ് 600 കിലോമീറ്റേഴ്സ് ജേണിയാണ്. ഈ ഒരു 600 കിലോമീറ്റേഴ്സ് ജേണിയിൽ ഒറ്റ തവണ മാത്രം കുറച്ച് നേരം ചാർജ് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് പോണ്ടിച്ചേരി എത്താൻ കഴിയുന്നതുമാണ്. എന്താണേലും നമ്മളിപ്പോൾ ഒരു പെട്രോൾ കാർ അല്ലെങ്കിൽ ഡീസൽ കാറിൽ പോവുകയാണെങ്കിലും നമ്മൾ എന്താണേലും ഒരു സ്റ്റോപ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുമല്ലോ. അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തൊരു ചാർജിങ് സ്റ്റേഷൻ നോക്കിയിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിലാണ് അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പം എക്സ്ട്രാ ഒരു ടൈം പോയതുപോലത്തെ ഫീലും നമുക്കുണ്ടാവില്ല. സാധാരണ എല്ലാ വണ്ടിയിൽ പോകുന്നത് പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ടൈം അധികം കൺസ്യൂം ചെയ്യാതെ ഇതുപോലുള്ള ഇലക്ട്രിക് കാർസിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 165 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് ഇപ്പോൾ വാളയാറുള്ള ട്രാവൽ ലോഞ്ചിലെത്തിയേക്കാണ് ഒരു ചായ കുടിക്കാൻ വേണ്ടി. അറൗണ്ട് 61% ചാർജ് നമുക്ക് റിമൈനിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇവിടെ ഒരു സിയോണ്ട ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ചാർജ് കുറവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ വന്ന റൂട്ടിലും കുറേ സിയോണ്ട ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അറൗണ്ട് 4 ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം നമുക്ക് അത്യാവശ്യം ചാർജ് ഉണ്ട്. ഇനി നേരെ പോയി കോയമ്പത്തൂരോ ഈറോഡോ ആ സൈഡിലോ എല്ലാം ആണ് ചാർജ് ചെയ്യാൻ പ്ലാൻ. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്വിക്ക് റിഫ്രഷ്മെൻറ്റിനായിട്ട് ട്രാവൽ ലോഞ്ച് കയറിയിട്ട് ചായ കുടിച്ചിട്ട് വരാം. നമ്മളപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ സിയോണ്ട ചാർജിങ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൻ്റെ ലൊക്കേഷൻ എപ്പോഴും അടിപൊളിയായിരിക്കും. ഇപ്പം നമ്മൾ ട്രാവൽ ലോഞ്ചിലാണ് വന്നേക്കുന്നത്. റൈറ്റ് നോ നമ്മളിപ്പോൾ ചാർജ് ചെയ്യുന്നില്ല, എന്നാൽ പോലും ഇവിടെ സിയോൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നമ്മളിനി പോകുന്ന ലൊക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ലൊക്കേഷൻസാണ്. നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ ഏതെങ്കിലും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നല്ല വാഷ്റൂംസ് ഒക്കെ ഉള്ള സ്ഥലത്താണ് ഈ സിയോൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് ഫിക്സ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തുമ്പം നമ്മൾ പോസ്റ്റ് ആവില്ല. നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റിലാക്സ് ആയിട്ട് ഒന്ന് വെറുതെ ഒരു റെസ്റ്റ് എടുത്തിരിക്കാം. എന്തെങ്കിലും നമുക്ക് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ ഇതേപോലെ ഫുഡ് കഴിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നല്ല വാഷ്റൂംസ് യൂസ് ചെയ്യണമെങ്കിലും ഇവിടെ പോസിബിളാണ്. അതാണ് ഞാൻ സിയോൻ്റെ ചാർജിങ് സ്റ്റേഷൻസിൽ കണ്ടേക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നേരെ ഇപ്പം വാളയാർ ക്രോസ് ചെയ്യാൻ പോവാണ്. വാളയാർ കഴിഞ്ഞിട്ട് നമ്മളിപ്പം കോയമ്പത്തൂർ സൈഡിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഓ എമ്മീടി ഭാഗ്യം, രക്ഷപ്പെട്ടു, പിടിച്ചില്ല. ഇനി അങ്ങോട്ടുള്ള റോഡ് കിടലിനാണ്. പാലക്കാട് റോഡും അടിപൊളിയാണ്. പക്ഷേ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി കുറച്ച് പുഷ് ചെയ്ത് ഇതിൻ്റെ പവർ എന്താണെന്നൊക്കെ കാണിക്കാൻ കഴിയും. ഒരു ഈവനിങ് സമയം 6 മണി കഴിഞ്ഞു. എന്താണേലും നമ്മൾ പോണ്ടിച്ചേരി എത്തുമ്പോൾ രാത്രിയാവും. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 175 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ കേരളമൊക്കെ പാസ് ചെയ്ത് കോയമ്പത്തൂർ ബോർഡർ കയറിയിരിക്കുകയാണ്. റോഡൊക്കെ ഇപ്പം കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ഒട്ടും ഇത്രയും കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടും നട്ടുച്ചയ്ക്കാണ് കവർ ചെയ്തിട്ട് പോലും അത്യാവശ്യം ഒരു ക്ഷീണവും ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതിൽ സ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EV കാർസിന് വൈബ്രേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഹാർഷ് ഫീലൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ബോഡി പെട്ടെന്ന് ടയേർഡ് ആവില്ല. നമുക്ക് ഈസി ആയിട്ട് ഹൈവേസ് ഒക്കെ ഇങ്ങനെ ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ ഡെലിവറി ഞാൻ കുറച്ച് നേരം കണ്ട് കാണിച്ചു തരാം. അതേപോലെ ഈസി ആയിട്ടാണ്. നമുക്ക് ഭയങ്കര സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യാം. നമുക്ക് വേണ്ട പവറിൽ കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ 58% ചാർജായി 175 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു 50% ആകുമ്പോൾ നമുക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടും എത്ര റേഞ്ച് ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു ഓടിക്കലിൽ കിട്ടുമെന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 50% നമ്മൾ കുറച്ച് പുഷ് ചെയ്താണ് ഓടിച്ചത്. പിന്നെ കുറേ ബ്രേക്കിങ്ങും കുറേ നിർത്തി നട്ടുച്ചയ്ക്കുമൊക്കെ വന്നുകൊണ്ട് കുറച്ച് റേഞ്ച് ആദ്യത്തെ 50% കുറവാണെങ്കിലും അടുത്ത 50 അല്ലെങ്കിൽ 40% അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ കോയമ്പത്തൂരിൽ നിന്നൊന്നും ചാർജ് ചെയ്യാൻ പ്ലാനില്ല. കുറച്ചും കൂടെ പോയി കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് ചാർജ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെവിടേക്കോ എത്തി. ഞാനിവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കംഫർട്ടബിൾ ജേണിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ബ്ലോക്കുള്ളതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി ഓടിക്കുന്ന അവനോട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സിനിമയാണ് കാണുന്ന സിനിമയാണോ? യൂട്യൂബിൽ പാട്ടാണോ? യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈം എല്ലാം ഉണ്ട്. എല്ലാ ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. യൂട്യൂബ്, ആമസോൺ പ്രൈം, ആപ്പിൾ ടി വി വരെ ഉണ്ടെന്നാണ് എൽദോ പറയുന്നത്. ഞാൻ ചെക്കൗട്ട് ചെയ്ത് നോക്കിയില്ല. 4K റെസൊല്യൂഷനിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നമ്മളൊരു ടോൾ പ്ലാസയിൽ ഇങ്ങനെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. See this. ഇതാണ് റൈറ്റ് നൗ സിറ്റുവേഷൻ. ബട്ട് വി ആർ എൻജോയിങ് ദ ജേർണി. നമ്മളിപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്. 50% ചാർജ് ആയിട്ടുണ്ട്. അറൗണ്ട് 214 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. ഈ ഒരു കാൽക്കുലേഷനിൽ നോക്കുകയാണെങ്കിൽ 428 കിലോമീറ്റേഴ്സാണ് കിട്ടേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയുള്ള 50% കുറച്ചും കൂടെ നോക്കി ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചാർജ് കിട്ടും. എന്താണെങ്കിലും 400+ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 420+ കിലോമീറ്റേഴ്സ് ഈസി ആയിട്ട് XEV9 കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഇനിയും ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും നോക്കിയിട്ടില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേറെ ചാർജിങ് സ്റ്റേഷൻസ് നോക്കാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പൂർ ശ്രീ അന്നപൂർണ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്.
അറൗണ്ട് 235 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് നമ്മളിപ്പോൾ ഒരു സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഈ ചാർജിങ് സ്റ്റേഷനായിരുന്നു നമ്മൾ ലൊക്കേഷൻ ഇട്ടത്. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യം ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചാർജ് ചെയ്യാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. കാരണം ഇതൊരു 120 kW ചാർജിങ് സ്റ്റേഷനാണ്. 20 to 80% നമ്മുടെ XCV9 കവറപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 20 minutes മതി. വിച്ച് മീൻസ് ഒരു 20 minutes അറൗണ്ട് 300 kilometers ഓടാനുള്ള ചാർജ് ഈ ഒരു ചാർജിങ് സ്റ്റേഷനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഓൾമോസ്റ്റ് ഒരു 46% ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ചാർജ് ചെയ്യുന്നില്ല. നമ്മൾ അടുത്തൊരു ചാർജിങ് ലൊക്കേഷനിലേക്ക് പോകാമെന്ന് കരുതി നമ്മുടെ സിയോണിൻ്റെ ആപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം കുറേ ചാർജിങ് സ്റ്റേഷൻസ് തമിഴ്നാട്ടിൽ ഈ റൂട്ടിലുണ്ട്. പിന്നെ സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ഫുഡും നല്ല ഹോട്ടലും വാഷ്റൂംസും ഒക്കെ കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സിയോണിൻ്റെ ആപ്പ് വഴി അടുത്തൊരു ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അതും പോണ്ടിച്ചേരി റൂട്ടിൽ തന്നെയാണ്. ഒരു 100-120 kilometers കഴിഞ്ഞിട്ട് അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ കാണാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 290 kilometers കവർ ചെയ്ത് ഈ റോഡുള്ള ടെക്സ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് ഇനി വണ്ടി ചാർജ് ചെയ്യാൻ പോകുന്നത്. ഇതും 120 kW ചാർജറാണ്. അറൗണ്ട് 37% ചാർജ് ബാക്കിയുണ്ട്. ഇനിയൊരു 200 kilometers ഓടാനുള്ള റേഞ്ച് ഈ വണ്ടിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 490-500 kilometers അടുത്ത് തന്നെ ഇതിന് റേഞ്ച് കിട്ടുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും നമുക്ക് ഓടാം. പക്ഷേ പിന്നെ നമുക്ക് എന്തായാലും വിഷമുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ മെഗ്ഡി ഉണ്ട്. നമുക്കും ഒന്ന് ചാർജ് ആവാം, വണ്ടിക്കും ചാർജ് ആവാമെന്ന് കരുതി അങ്ങനെ നമ്മളിപ്പം സിയോണിൻ്റെ 120 kW ചാർജറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചാർജറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അത് സിയോണിൽ മാത്രമാണ് ഈ ഫീച്ചർ ഞാൻ കൂടുതലായിട്ട് കണ്ടേക്കുന്നത്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹസിൽ കാര്യങ്ങളൊന്നുമില്ല. വെറുതെ നമ്മുടെ ചാർജർ എടുത്തിട്ട് കണക്ട് ചെയ്താൽ മതി, വണ്ടി ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും. പലർക്കും ഈ ടെക്നോളജി ഈ സോഫ്റ്റ്വെയർസ് ഈ സിയോണിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വാളറ്റിൽ പൈസ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ ടെക്നോളജിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആൾക്കാർക്കോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഈ ഒരു ഓട്ടോ ചാർജ് ഫീച്ചർ ഭയങ്കര അടിപൊളിയാണ്. നമുക്കിപ്പോൾ നമ്മുടെ വണ്ടി ഒരു ഫ്രണ്ടിന് കൊടുത്തു വിടുവാണെങ്കിൽ നമ്മൾ നമ്മുടെ വാളറ്റിൽ പൈസ കീപ്പ് ചെയ്താൽ മതി. പുള്ളി ആ വണ്ടി സിയോണിൻ്റെ ഏത് ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ചാർജർ ഊരുക, കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും എന്നുള്ളതാണ് ഈ ഒരു ഓട്ടോ ചാർജിൻ്റെ പ്രത്യേകത. ഇത് വൺ ഓഫ് ദ കിഡിലൻ ഫീച്ചറാണ്. ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്കും ഓരോ സമയം ഇതെടുത്തിട്ട് നമ്മൾ വെറുതെ ആപ്പ് തുറന്ന് ഏതാ ചാർജർ ലൊക്കേറ്റ് ചെയ്ത് ഇനീഷ്യേറ്റ് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ വരിക, വാളറ്റിൽ പൈസ ഉണ്ടായാൽ മാത്രം മതി. വെറുതെ ചാർജർ ഊരി വണ്ടിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും എന്നുള്ളതാണ് പ്രത്യേകത. സോ വി ആർ ബാക്ക് ഓൺ റോഡ്. 92% ചാർജ് ചെയ്തു. നമുക്കിനി ഓൾമോസ്റ്റ് 286 kilometers ആണ് ഓടാനുള്ളത്. പക്ഷേ നമുക്ക് റേഞ്ച് 524 kilometers ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ചാർജ് ചെയ്തതാണ്. ആക്ച്വലി ഒരു 10-20 minutes ചാർജ് ചെയ്താൽ മതിയായിരുന്നു നമുക്ക് പോണ്ടിച്ചേരി എത്താൻ വേണ്ടി. പിന്നെ നമ്മൾ സമയമെടുത്ത് ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ഈസി ആയിട്ട് പോണ്ടിച്ചേരി ചെന്നിട്ട് പോണ്ടിച്ചേരി കറങ്ങാനുള്ള ചാർജും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ പോകുന്ന റിസോർട്ടിലും ചാർജിങ് പോയിൻ്റ് ഉള്ളത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പോണ്ടിച്ചേരിയുള്ള BKN റിസോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര. അറൗണ്ട് ഒരു 5 hours ജേർണി ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്സ് കാണിക്കുന്നത്. ഫുൾ നൈറ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. റിലാക്സ് ചെയ്ത് അങ്ങ് ഓടിച്ചു പോവാം. സോ ദാറ്റ്സ് അവർ പ്ലാൻ. നമുക്കിനി ഓൾമോസ്റ്റ് 151 kilometers കൂടെ പോണ്ടിച്ചേരിയിലേക്കുള്ളൂ. ആൻഡ് വി ഹാവ് എത്ര പെർസെൻറ്റേജ് 65% ചാർജ് ബാക്കിയുണ്ട്. വിച്ച് ക്യാൻ ഡു ലൈക്ക് 346 kilometers. അതുകൊണ്ട് തന്നെ റേഞ്ച് ആങ്സൈറ്റി കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് പോണ്ടിച്ചേരി എത്താം. പോണ്ടിച്ചേരി എത്തിക്കഴിഞ്ഞാലും അത്യാവശ്യം ചാർജ് ബാക്കിയുണ്ടാവും. വെറും 1000 rupees നമ്മൾ ഈ റോഡ് വെച്ച് വണ്ടി റീചാർജ് ചെയ്തത്. അപ്പം നമുക്ക് പറയാൻ ശരിക്കും വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തത് സോളാർ ആയതുകൊണ്ട് അത് ഫ്രീ ആയിരുന്നു. വെറും 1000 rupees നമ്മൾ പോണ്ടിച്ചേരി എത്തുന്നത് ഈ വണ്ടിയിൽ. ആൻഡ് ഇത്രയും റേഞ്ചും അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഈ റേഞ്ച് കിട്ടാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റീജനറേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. റീജനറേഷൻ ബ്രേക്കിംഗ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. 4 levels ഓഫ് റീജനറേഷനാണ് ഈ വണ്ടിക്കുള്ളത്. Level 0, Level 1, Level 2, Level 3.
ലെവൽ 0 നമ്മൾ യൂഷ്വലി ഹിൽസൊക്കെ ക്ലൈംബ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ലെവൽ 1 ആണ് ഞാനിപ്പം ഈ ഒരു ഡ്രൈവിൽ കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. ഹൈവേസിൽ ഞാൻ എപ്പോഴും മാക്സിമം ഒരു എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി ലെവൽ 1 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിറ്റി ട്രാഫിക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ലെവൽ 2 യൂസ് ചെയ്യും. മൗണ്ടെയിൻസ് ഒക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, ഡൗൺ ഹിൽ ഇറങ്ങുന്ന സമയത്ത് ലെവൽ 3 യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നതായിരിക്കും. അങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ ഹൈവേയിൽ കയറിയിട്ട് ലെവൽ 3 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫിഷ്യൻസി കിട്ടണമെന്നില്ല. ലെവൽ 2 ഇട്ടാലും എഫിഷ്യൻസി കിട്ടണമെന്നില്ല. ലെവൽ 0യും അതുപോലെ ലെവൽ 1ഉം ആയിരിക്കും ഹൈവേസിൽ കൂടുതൽ എഫിഷ്യൻസി തരാൻ ചാൻസ് ഉള്ളത്. ഞാൻ കൂടുതലും ഡ്രൈവ് ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ലെവൽ 1 ആണ് ഹൈവേസിൽ ബെസ്റ്റ് തോന്നിയേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലെവൽ 1ലാണ് ഈ ഇന്നത്തെ ട്രിപ്പ് കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം ബ്രേക്കിംഗ് വരുന്ന സമയത്ത് പാഡിൽ വഴി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ലെവൽ 2ലേക്കും ലെവൽ 3ലേക്കൊക്കെ ഇടും. അതും എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇറക്കം വരുമ്പം എപ്പോഴും ലെവൽ 3ലേക്ക് ഇടുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ഈ ഒരു റൂട്ടിൽ നമുക്ക് ലെവൽ 3 പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ആക്ച്വലി ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്രയും നേരത്തെ ഡ്രൈവ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ്. പിന്നെ വണ്ടിയും നല്ല പവറാണ്. 150-160 ഈസി ആയിട്ടാണ് ഈ വണ്ടി ടച്ച് ചെയ്യുന്നത്. ബൂസ്റ്റ് മോഡെന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പറക്കും. ഇതിപ്പോൾ നോർമൽ മോഡിലാണ് നമ്മൾ ഓടിക്കുന്നത്, എക്കോ മോഡൊന്നുമല്ല. ഡീഫോൾട്ട് മോഡെന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ മോഡിലാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പവറുണ്ട്. ഒരു പവർ ഡ്രോപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ബൂസ്റ്റ് മോഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പവർ കിട്ടും ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ. ആക്ച്വലി ഐ എം എൻജോയിങ് ദിസ് ഡ്രൈവ്. നമ്മളങ്ങനെ കൊച്ചിയിൽ നിന്നുള്ള പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്ര കവർ ചെയ്തിരിക്കുകയാണ്. XEV90 ഒരു കിടിലൻ യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഇവിടെ നമ്മൾ വന്നിട്ട് റിസോർട്ടിൽ നമ്മളിപ്പം സ്ലോ ചാർജ് ചെയ്തിട്ട് വണ്ടി കംപ്ലീറ്റ്ലി ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പോണ്ടിച്ചേരിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് എറണാകുളം പിടിക്കാനാണ് നമ്മുടെ പ്ലാൻ. സഡനായിട്ടുള്ള പ്ലാനായിരുന്നു. വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചെറുതായിട്ട് ചാർജിങ് സ്റ്റേഷനൊക്കെ നോക്കിയിട്ട് ഈസി ആയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡായിരുന്നു. കുറേ നൈറ്റ് ഓടിച്ചു, രാവിലെ ഓടിച്ചു, ഉച്ചയ്ക്കൊക്കെ ഓടിച്ചു. ഇനി തിരിച്ചു പോകുമ്പം അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്താണേലും ഇങ്ങനൊരു വണ്ടിയിൽ, ഒരു ഇലക്ട്രിക് കാറിൽ ഒറ്റ സ്ട്രെച്ചിൽ 600 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് നമ്മളിവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലുള്ളൊരു കാറിൽ ഒരിക്കലും റേഞ്ച് ആങ്സൈറ്റി എന്നുള്ളൊരു സാധനം വരില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. ഒരു 350 അല്ലെങ്കിൽ 400 കിലോമീറ്റേഴ്സ് റേഞ്ചുള്ള വണ്ടികൾക്ക് ഒരിക്കലും ഒരു റേഞ്ച് ആങ്സൈറ്റിയുടെ കാര്യമില്ല. ഈ വണ്ടി ഈസി ആയിട്ട് 500 കിലോമീറ്റേഴ്സൊക്കെ നമുക്ക് ഇന്നലത്തെ യാത്രയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റേഞ്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. ഈസി ആയിട്ട് നമുക്ക് ഏത് ഡിസ്റ്റൻസ് വേണമെങ്കിലും കവറപ്പ് ചെയ്ത് വരാൻ പറ്റുന്നതാണ്. ഇന്നലെ പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്രയുടെ ഇടയിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു കോയമ്പത്തൂരിൽ നിന്ന് ചാർജ് ചെയ്യാമെന്ന് കരുതി. കോയമ്പത്തൂരെത്തി ഇപ്പോൾ അത്യാവശ്യം ചാർജ് ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ ഈറോഡിൽ നിന്നാണ് ചാർജ് ചെയ്തത്. ഈറോഡിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പിന്നെയും മുമ്പോട്ട് പോയി പോണ്ടിച്ചേരി എത്തുന്നതിനോ ചിലപ്പോൾ പോണ്ടിച്ചേരി എത്തിയാനോ നോക്കി ഓടിച്ചായിരുന്നെങ്കിൽ. പക്ഷേ നമ്മൾ അത്യാവശ്യം പുഷ് ചെയ്ത് ഓടിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഈറോഡിൽ നിന്ന് ചാർജ് ചെയ്തു. ഈറോഡിൽ നിന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 25-30 മിനിറ്റ്സ് മാത്രമാണ് 120 കിലോവാട്ടിൽ നമുക്ക് വന്നത്. അതുകൊണ്ട് തന്നെ റേഞ്ച് ആങ്സൈറ്റി എന്നുള്ളൊരു ഇഷ്യൂ ഈ വണ്ടിക്കില്ല. പൊതുവേ അത്യാവശ്യം റേഞ്ചുള്ള വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഞ്ച് ആങ്സൈറ്റിയുടെ ഇഷ്യൂ വരില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ പലരും പറയുന്നുണ്ട് EV കാറ് ടൈം കൺസ്യൂമിങ് ആണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് അങ്ങനെ ടൈം കൺസ്യൂമിങ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഞാനിപ്പോൾ ഏതൊരു വണ്ടിയിൽ, ഏതൊരു ഐസ് കാറിൽ ഇപ്പോൾ പോണ്ടിച്ചേരി വരിക എന്ന് പ്ലാൻ ചെയ്താൽ പോലും നമ്മൾ ഇടയിൽ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു 20-25 അല്ലെങ്കിൽ 30 മിനിറ്റ് നിർത്തും. ഈ വണ്ടി 25 മിനിറ്റിൽ നമുക്ക് ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 37% നിന്ന് 92%ലേക്കാണ് ചാർജ് ആയത്. ഓൾമോസ്റ്റ് ഒരു 25 മിനിറ്റ്സിൽ 300 കിലോമീറ്റേഴ്സ് ഓടാനുള്ള റേഞ്ച് നമുക്ക് അത്രയും നേരം ചാർജ് ചെയ്തപ്പോൾ കിട്ടി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ടൈം കൺസ്യൂമിങ് ആണെന്ന് ഫീൽ ചെയ്യില്ല. നമ്മളെന്തായാലും ഒറ്റ സ്ട്രെച്ചിലൊന്നും ആരും അങ്ങനെ ഐസ് കാർ എടുത്തിട്ട് പോണ്ടിച്ചേരിയിലേക്ക് വരാൻ വേണ്ടി ഇത് റാലി റേസ് ഒന്നും അല്ലല്ലോ. നമ്മളെന്താണേലും ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തും. നമ്മൾ ഇന്നലെ ഫുഡ് കഴിക്കാൻ നിർത്തിയത് മക്ഡൊണാൾഡ്സിലായിരുന്നു നമ്മൾ ചാർജ് ചെയ്തത്. അപ്പോൾ അവിടെ അത്യാവശ്യം അമെനിറ്റീസ്, നമുക്ക് വാഷ്റൂംസും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കവിടെ ഒരു ടൈം വേസ്റ്റ് ആയതുപോലെ തോന്നിയില്ല. സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇതേപോലെ നല്ലൊരു ഏരിയയിലായിരിക്കും.
നിങ്ങൾക്ക് KFCയിലോ മെക്ഡിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം അന്നപൂർണയിലോ ഏതെങ്കിലും വെജ് റെസ്റ്റോറൻറ്റിലോ ഇപ്പം ട്രാവൽ ലോഞ്ചിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യണം. നമ്മൾ ഇത്രയും റൈഡ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിയൊക്കെ അത്രയും ഫാസ്റ്റ് ചാർജ് കേപ്പബിൾ ആയിട്ടുള്ളൊരു കാർ കൂടിയാണ് XCV90. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് ആവുന്നത് കൊണ്ട് തന്നെ അധികം ടൈമൊന്നും എടുത്തായിട്ടുള്ള ഫീല് എനിക്ക് തോന്നിയില്ല. EV യൂസ് ചെയ്യാത്തവർ അല്ലെങ്കിൽ EV യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുടെ ഉള്ളിലുള്ള വേറൊരു ഡൗട്ടാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പറായിട്ട് വളർന്നിട്ടില്ല എന്നുള്ളത്, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷേ ഒരു പരിധി വരെയൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെ അത് ശരിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 2 കൊല്ലത്തിൻ്റെ ഇടയിൽ കുറേ അധികം ചാർജിങ് സ്റ്റേഷൻസ് നമ്മുടെ നാട്ടിലും ഇന്ത്യ ചുറ്റും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കിലോമീറ്ററിലും ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ വന്ന പോണ്ടിച്ചേരി ഡ്രൈവിൽ ഓരോ 100 കിലോമീറ്റേഴ്സിലും സിയോണിൻ്റെ തന്നെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അതല്ലാണ്ട് വേറെ ചാർജിങ് സ്റ്റേഷൻസും ഒട്ടനവധി ചാർജിങ് സ്റ്റേഷൻസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ 30 കിലോമീറ്ററിലും ഓരോ 20 കിലോമീറ്ററിലും ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. പല പമ്പിലും ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, പല ഹോട്ടൽസിലും ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ചാർജിങ് നെറ്റ്വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ EV യൂസ് ചെയ്യാത്ത ഒരാൾക്ക് ആ ചാർജിങ് സ്റ്റേഷൻസ് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്നോ അയാൾ കൺസേൺ അല്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ചാർജിങ് സ്റ്റേഷൻസ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ റൈറ്റ് നൗ. സൗത്ത് ഇന്ത്യ അത്യാവശ്യം നല്ല രീതിയിൽ കവേർഡാണ്. നോർത്ത് ഇന്ത്യ ഇപ്പോൾ നമ്മൾ നേപ്പാൾ ട്രിപ്പൊക്കെ പോയി വന്നുകൊണ്ട് പറയാണ് അത്യാവശ്യം കവേർഡാണ്. ചില ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ EV ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. എപ്പോഴും ആൾക്കാർ പറയും ഒരു പ്രൈമറി കാറായിട്ട് നമുക്ക് EV കൊണ്ട് നടക്കാൻ പറ്റില്ല, ഒരു സെക്കൻഡറി കാർ എന്തെങ്കിലും വേണം എന്നൊക്കെ പലരും പറയാറുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പേഴ്സണലി EV മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. EV വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അങ്ങനെ പ്രൈമറി കാർ അല്ലെങ്കിൽ സെക്കൻഡറി കാറായിട്ട് വേറൊരു കാർ വേണമെന്നൊന്നും ഇല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അത്യാവശ്യം റേഞ്ചുള്ള വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസാണ് ഇപ്പം നമുക്ക് XCV90 കിട്ടിയത്. ഒരു രക്ഷയില്ലാത്ത പവറുണ്ട്, ഹാൻഡ്ലിങ്ങും ഉണ്ട്, ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് 200-160 ഈസിലി അച്ചീവബിൾ ആണ്. ഇത്രയും പവറുള്ള ഒരു വണ്ടി നമ്മൾ ഐസ് കാറിൽ നോക്കുവാണെങ്കിൽ ഒരു 1.5 crore, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടി നോക്കുവാണെങ്കിൽ 2 crore rupees എങ്കിലും സ്പെൻഡ് ചെയ്യണം. ആ സമയത്താണ് ഇതൊരു 35 lakh റേഞ്ചിൽ ഓൺ റോഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. EV ഇൻഡസ്ട്രി ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർക്ക് നോർമലായിട്ട് ഒരു സൂപ്പർ കാറൊക്കെ എടുക്കണം അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള കാർ എടുക്കണം, അത്രയും പവർ കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് എത്താൻ വേണ്ടി ഇതുപോലുള്ള കാറുകൾ ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. ഇത്രയും പവറുണ്ട്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഈ വണ്ടിയിൽ. എന്നാലും ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റും ഭയങ്കര കുറവാണ് EV ആയതുകൊണ്ട് തന്നെ. നമ്മുടെ ഇന്നലത്തെ ഒരു യാത്രയുടെ ഒരു ചാർജിങ് എക്സ്പെൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കി ചാർജ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ആ കൂടെ ഒരു ചാർജിങ് സ്റ്റേഷനിൽ മാത്രമാണ് പോണ്ടിച്ചേരി എത്തുന്നതിന് മുമ്പ് നമ്മൾ നിർത്തിയത്. മെക്ഡൊണാൾഡ്സ് ഒക്കെ ഉള്ള നമ്മുടെ ടെക്സ് വാലി സിയോണിൻ്റെ 120 kW ചാർജിങ് സ്റ്റേഷനിലാണ് നമ്മൾ നിർത്തിയത്. അവിടെ ഒരു 25 minutes ആണ് നമ്മൾ ചാർജ് ചെയ്തേക്കുന്നത്. ആ ചാർജിലാണ് നമ്മൾ ഇവിടെ എത്തിയേക്കുന്നത്. അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1200 rupees ആണ്. എന്നാൽ ആ 92% നമ്മൾ എടുത്ത് ഇവിടെ എത്തിയിട്ട് പോലും എനിക്ക് തോന്നുന്നു ബാക്കി 36-37% ബാക്കി ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് എമൗണ്ട് ഓഫ് ചാർജ് മാത്രമേ 1200 രൂപയ്ക്ക് നമ്മൾ ചെയ്തിട്ടും ബാക്കിയും ഇവിടെ വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാർജ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് പോണ്ടിച്ചേരി വരെ വരാൻ 1000 rupees താഴെ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ യാത്രാ സുഖത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് എ വെരി ഹ്യൂജ് കാർ. ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റിയ കാറാണ്. അതുപോലെ തന്നെ പൊതുവെ എല്ലാ ഇലക്ട്രിക് കാർസിലും അങ്ങനെ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു ഹാർഷ്നെസ്സോ ഒരു റഫ് ഫീലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഭയങ്കര കംഫർട്ടബിളാണ് ലോങ് ട്രാവലൊക്കെ ചെയ്ത് വരുമ്പോൾ. ഇന്നലെ നമ്മൾ അത്രയും ലോങ് ട്രാവൽ ചെയ്ത് വന്നിട്ടും വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഐസ് കാറിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു ടയർഡ്നെസ്സോ അങ്ങനത്തെ ഒരു അൺകംഫർട്ടബിൾ ഫീലോ EV കാറിലേക്ക് വരില്ല. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. എന്താണേലും ഫ്യൂച്ചർ ഇലക്ട്രിക്കിൻ്റെ ഒപ്പം ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് 5 yearsൽ EV കാർസിൻ്റെ ഒരു ഗ്രോത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഭയങ്കര EV ഗ്രോത്താണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളത്. അത്രമാത്രം EVകൾ നമുക്കിപ്പം റോഡിൽ കാണാൻ കഴിയുന്നുണ്ട്.
ഇപ്പം E20 ഫ്യൂവലിൻ്റെ സീനും അതും ഇതും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു ഇൻഡയറക്ട്ലി ദേ ആർ പ്രൊമോട്ടിങ് EVs. അപ്പം EVസിൻ്റെ ഗ്രോത്ത് ഞാൻ നല്ല രീതിയിൽ കാണുന്നുണ്ട്. EVs ഒരു അടുത്ത വർഷം എന്താണെങ്കിലും കുറേ EVs, കുറേ ബ്രാൻഡിൻ്റെയൊക്കെ ഇപ്പോൾ EVs ഇനി ഇറങ്ങാനുണ്ട്, കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. കിടിലൻ പ്രൊഡക്റ്റുകൾ ഇനിയും പല പല ബ്രാൻഡുകളും ഏറ്റെടുത്ത് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു EV ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഗ്രോത്തും നല്ല രീതിയിൽ ഡിമാൻഡിങ് ആയിട്ടാണ് വരുന്നത്. നല്ലൊരു ബിസിനസ് ആയിരിക്കും ഒരു EV ചാർജിങ് സ്റ്റേഷൻ തുടങ്ങുകയാണെങ്കിൽ കിട്ടുന്നത്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, നല്ലൊരു റിട്ടേൺ കിട്ടുന്ന പരിപാടിയായിരിക്കും. സപ്പോസ് നിങ്ങൾക്കൊരു ബേക്കറി ഉണ്ട്, ഹോട്ടലുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു EV ചാർജിങ് സ്റ്റേഷൻ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു റിട്ടേൺ കിട്ടാനുമുള്ള ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി ഈ സിയോൺ പോലുള്ള സ്റ്റേഷൻസ് നല്ല ഹോട്ടലിൻ്റെ സൈഡിൽ കാര്യങ്ങളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹോട്ടലും ഡെവലപ്പ് ആവാനും അതേപോലെ ചാർജിങ് സ്റ്റേഷനും അത്യാവശ്യം നല്ല ബിസിനസ് നടക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ചാർജിങ് സ്റ്റേഷൻസ് നിങ്ങൾക്ക് സെറ്റാക്കണം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ സിയോൺ ചാർജിങ് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ യാത്ര പോണ്ടിച്ചേരിയിൽ നിന്ന് കൊച്ചിയിലേക്കാണ്. ഈ വീഡിയോ വൈൻഡപ്പ് ആവുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് കൂടി തരാം. നമ്മുടെ EV കാർ യൂസ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ചാർജിങ് സ്റ്റേഷൻസ് ആണ്. കുറേ അധികം CPOs, ചാർജിങ് പോയിൻ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മുടെ ഇന്ത്യ ഫുള്ളായിട്ടുണ്ട്. സിയോൺ മുതൽ ചാർജ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഉണ്ട്, ടാറ്റയുടെ ഉണ്ട്, ഗോയിസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ചാർജിങ് സ്റ്റേഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം കുറേയൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻസ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഓരോ ആപ്ലിക്കേഷനാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ചാർജ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ഒക്കെ വരുന്നത്. അതൊരു ഇൻകൺവീനിയൻസ് ആണ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളൊരു ചാർജിങ് സ്റ്റേഷനിൽ പോകും, നമ്മൾ ആ ചാർജിങ് സ്റ്റേഷൻ കേരളത്തിൽ പോലും ഇല്ലാത്ത ചാർജിങ് സ്റ്റേഷൻ ആയിരിക്കും. അവിടെ നമ്മൾ ചാർജ് ചെയ്യും, വാളറ്റിൽ പൈസ ബാക്കി ഉണ്ടാവും. ആ പൈസ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അല്ലെങ്കിൽ ഒരു ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ പോകും, വാളറ്റിൽ പൈസ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത് ചാർജിങ് സ്റ്റേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ആ പൈസ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ പൈസ അത് വേറെ ചാർജിങ് സ്റ്റേഷൻ ആയിരിക്കും, വേറെ ചാർജിങ് ഓപ്പറേറ്റർ ആയിരിക്കും. അത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ EV ചാർജിങ് സ്റ്റേഷനിൽ ഡിഫറെൻറ്റ് ചാർജിങ് ആപ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ അധികം ചാർജിങ് ആപ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വാളറ്റിൽ നമ്മൾ പൈസ പല ചാർജിങ് ആപ്പിലും ആഡ് ചെയ്യണം. അതൊരു ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതിന് ഒരു പരിഹാരമായിട്ടാണ് മഹേന്ദ്ര അവരുടെ പുതിയ ആപ്പ് കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് മഹേന്ദ്രയുടെ ME4U ആപ്പ്. ഈ ആപ്പ് വഴി നമുക്ക് പല കാര്യങ്ങളും ഈ കാറിൽ ചെയ്യാൻ പറ്റും. അൺലോക്ക് ചെയ്യാനും ക്ലോസ് ചെയ്യാനും അതുപോലെ AC ഓൺ ആക്കാനും ലൈറ്റ്സ് ഓഫ് ചെയ്യാനും നമ്മുടെ അനലിറ്റിക്സ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും എല്ലാ കാര്യങ്ങളും റേഞ്ചും എല്ലാം ഇതിനകത്ത് അറിയാൻ കഴിയുന്ന ഒരു ആപ്പാണ്. പക്ഷേ ഈ ആപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ 34,000 ചാർജിങ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് 16,000 ചാർജിങ് പോയിൻറ്റ്സ് DC ചാർജറാണ്. അറൗണ്ട് 70+ ചാർജിങ് പോയിൻ്റ് ഓപ്പറേറ്റേഴ്സ് ഇവരായിട്ട് കൊളാബ് ചെയ്തിട്ട് അവരുടെ എല്ലാ ചാർജേഴ്സും ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചാർജറിൻ്റെ അവൈലബിലിറ്റി അറിയാനും അതുപോലെ തന്നെ ചാർജിങ് ഇനീഷ്യേറ്റ് ചെയ്യാനും നമുക്ക് ചാർജിങ് സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ ഈ ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വാളറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാളറ്റ് പൈസ വെച്ചിട്ട് നമുക്ക് എല്ലാ ചാർജിങ് സ്റ്റേഷനും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. വേറെ കുറേ ആപ്സും കാര്യങ്ങളൊന്നും വേണ്ട, ഈ ഒരു ഒറ്റ ആപ്പ് മതി നമുക്ക് എല്ലാ ചാർജിങ് സ്റ്റേഷൻസും നമുക്ക് ഇപ്പം കാണുന്നത് പോലെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്തിട്ട് നമ്മൾ വാളറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചാർജിങ് സ്റ്റേഷൻസിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ട്രിപ്പ് പ്ലാനർ ഉണ്ട്. നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ കുറച്ച് ദൂരത്തിൽ കണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചാർജിങ് സ്റ്റേഷനിൽ എത്തുമ്പം എത്ര ചാർജ് ബാക്കി ഉണ്ടാവും, എത്ര പെർസെൻറ്റേജിൽ നമുക്ക് എത്താൻ പറ്റും, നമുക്ക് എത്താൻ പറ്റില്ലേ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സോർട്ടഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു കസ്റ്റമർ ഫ്രണ്ട്ലി ചാർജിങ് എക്സ്പീരിയൻസ് ആക്കാൻ ME4U ആപ്പ് ശ്രമിച്ചിട്ടുണ്ട്.